ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മധുരമുള്ള തേൻമിഠായിയാണ്. നാവിൽ വെള്ളം ഊറുന്ന ഒരു തേൻമിഠായിയാണ്. എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ഇഡ്ഡലി മാവോ ദോശമാവോ ഉണ്ടെങ്കിൽ നമുക്ക് തേൻമിഠായി ഉണ്ടാക്കാം. അതിനകത്ത് ഞാൻ ചീഞ്ചട്ടി വെച്ചിട്ട് പാനി ഉണ്ടാക്കിയ ശേഷം ഞാൻ മാവ് കാണിക്കാം. ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു അരപ്പാത്രം, നമുക്ക് എത്ര ഉണ്ടാക്കണോ അതിനനുസരിച്ചിട്ട് പഞ്ചസാര എടുക്കാം. ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. അരപ്പാത്രം പഞ്ചസാര, അതിൽ അരപ്പാത്രം വെള്ളം, നന്നായി ഇളക്കി കൊടുക്കുക. നമ്മൾ ജിലേബിക്ക് ഉണ്ടാക്കും മാതിരി നൂൽ പരുവൊന്നും ആകണ്ട. കുട്ടികൾക്ക് വെളിയിൽ നിന്നൊക്കെ വാങ്ങിക്കൊടുത്ത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമല്ലോ. പഞ്ചസാര പാനി ഇതാ നന്നായി തിളയ്ക്കുന്നുണ്ട്. കുട്ടികൾക്ക് വെളിയിൽ നിന്ന് വാങ്ങിക്കൊടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഒന്ന് തയ്യാറാക്കാം. നമ്മൾ ഇഡ്ഡലി മാവോ ദോശമാവോ ഏതായാലും കുഴപ്പമില്ല. കിണ്ണെന്ന് ഒരുപാട് ലൂസാകാതെ കിണ്ണെന്നുള്ള മാവായിരിക്കണം എന്ന് മാത്രം. പഞ്ചസാര പാനി ഇത് റെഡി ആയിട്ടുണ്ട്. ഗ്യാസ് ഓഫാക്കാം. പഞ്ചസാര പാനി ആയിട്ടുണ്ട്. ഇത് ഇറക്കി വെക്കണം. ഗ്യാസ് കത്തിച്ചിട്ട് ചീനച്ചട്ടി അടുപ്പിൽ വയ്ക്കാം. അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. കുറച്ച് എണ്ണ ഒഴിക്കുക. നന്നായി മുങ്ങുന്ന ഭാഗത്തേക്കുള്ള എണ്ണ, അല്ലെങ്കിൽ അത് ചമ്മി പോവും. ഇതാ മാവ്, ഇതാ ഇങ്ങനെ ഇഡ്ഡലി മാവാണ്. ഇതങ്ങനെ ഈ പരുവത്തിലായിരിക്കണം. അതിലേക്ക് കുറച്ച് ചുവപ്പ് കളർ പൊടി ഇടാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇഡ്ഡലി മാവ് ഇത്തിരി തിക്ക് കുറവാണ് വെച്ചാൽ നമുക്ക് ഒരു സ്പൂണ് അരിപ്പൊടി ഇടാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് കളർ കമ്മിയുണ്ട്. ഇതങ്ങനെ ഇളക്കി കൊടുക്കുക. എണ്ണ കാഞ്ഞാൽ നമുക്കതിലേക്ക്
ചെറിയ ചെറിയ ഇതങ്ങനെ ഓരോരോ ഡ്രോപ്സ് ആയിട്ട് ഇടാം. എണ്ണ ചൂടായിട്ടുണ്ട്. എനിക്ക് ഞാനിതാ തേൻമുട്ടായിൻ്റെ മാവ് ഒഴിക്കുകയാണ്. കുറച്ചും കൂടെ കിണ്ണുന്നുണ്ട് വെച്ചാൽ നമുക്ക് കയ്യോ കൊണ്ട് തന്നെ ഇടാം. ഞാനത് കോരി എടുത്തിട്ടുണ്ട്. ഞാൻ കയ്യോ കൊണ്ട് ഒന്ന് ഇട്ട് നോക്കാം. കറക്റ്റായിട്ടുണ്ട്. ഇതാ കോരി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ പഞ്ചസാര പാനിയിലേക്ക് ഇതാ ഇടാം. കുറച്ചും കൂടെ ഇതെല്ലാം കോരി എടുത്തിട്ടുണ്ട്. പഞ്ചസാര പാനിയിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. പഞ്ചസാര പാനിയിൽ നിന്ന് ഞാനിതാ പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് അതൊന്ന് നല്ല പാകത്തിലാകും. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നന്നായിട്ട് നമ്മൾ പിഴിഞ്ഞെടുത്ത് നോക്കാം. ചൂടുണ്ട്, ഒന്ന് ചൂടാറണം. ഇതാ നന്നായി ഊറി വന്നിട്ടുണ്ട്. തേന് പോലെ ഉണ്ട്. പാത്രത്തേക്ക് ആക്കി വയ്ക്കാം. ഒന്ന് ചൂടാറിയ ശേഷം നല്ല ടേസ്റ്റ് ഉണ്ടാകും. പക്ഷേ അരി ഉഴുന്ന് അരച്ച ഉടനെ നമ്മൾ ഉണ്ടാക്കണം. എടുത്തു വെച്ച ഒരു പുളിപ്പിൻ്റെ ഒരു ഇതുണ്ടാവും, ടേസ്റ്റ് ഉണ്ടാവും. നല്ല സൂപ്പറായിട്ടുള്ള തേൻമിഠായിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഉപ്പ് ആഡ് ചെയ്യരുത്. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതാ നല്ലൊരു തേൻമിഠായിയാണ്. അടുത്ത വീഡിയോസ് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.